ലൈംഗിക അതിക്രമ കേസുകളിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സന്ദേശ് ഖാലിയിൽ ഇന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സന്ദർശനം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലൈംഗിക പീഡന വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇതാദ്യമായാണ് മമതാ ബാനർജി സ്ഥലത്തെത്തുന്നത്. ആർ കിരൺ ബാബുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, ഗുഡ് മോർണിംഗ്. മമതാ ബാനർജിയുടെ ഈ യാത്രയ്ക്ക് ഇപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഗുഡ് മോർണിംഗ്. മമതാ ബാനർജിയുടെ യാത്രയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, സന്ദേശ് ഖാലിയിലെ വിവാദങ്ങൾക്ക് ശേഷം അന്ന് വലിയ പ്രക്ഷോഭങ്ങളുമൊക്കെ ഉണ്ടായതിനു സമയത്തൊന്നും തന്നെ ഈ സ്ഥലം സന്ദർശിക്കുവാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. പലതവണ അവർ സന്ദർശിക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നെങ്കിലും ആ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായില്ല. അവിടുത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഉയർന്നത്. അവിടെ ഉയർന്ന ലൈംഗിക പീഡന കേസും അതിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ പങ്കും തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യാതെ തുടർച്ചയായി സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഇത്തരം വിവാദങ്ങളൊക്കെ ഉയർന്നത്. വലിയ ജനകീയ പ്രക്ഷോഭമൊക്കെ ഉയർന്നെങ്കിലും ആ സമയത്തൊന്നും സ്ഥലം സന്ദർശിക്കാൻ മമതാ ബാനർജി തയ്യാറായില്ല എന്ന് മാത്രമല്ല, തുടക്കഘട്ടത്തിലാകമാനം ഈ നേതാവിനെ അടക്കം തൃണമൂൽ നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ സർക്കാർ, ബംഗാൾ സർക്കാർ സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് വലിയ ജനകീയ പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ ഉയർന്നത്. ഇതിനെ തുടർന്നാണ് പിന്നെ ഒടുവിൽ ഫെബ്രുവരിയിൽ അദ്ദേഹത്തെ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അടക്കം എത്തിയത്. ഈ സംഭവത്തിന് ശേഷവും മമതാ ബാനർജി തുടക്കത്തിൽ ഇതിനെ പരസ്യമായി ന്യായീകരിച്ചില്ലെങ്കിലും ഇതിനെതിരായ രംഗത്ത് വരുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിഷയത്തിലൊക്കെ തള്ളിപ്പറയുന്ന സന്ദേശ് ഖാലിയിലെ സംഭവത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കും മമതാ ബാനർജി മാറിയത്. എന്തായാലും ഇപ്പോൾ വീണ്ടും സന്ദേശ് ഖാലി വിവാദത്തിന് സ്ഥലം മമതാ ബാനർജി ആദ്യമായി ഈ വിവാദത്തിന് ശേഷം സന്ദർശിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ സുവേന്ദു അധികാരിയും ആ സ്ഥലം സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ